ഹലോ ഫ്രണ്ട്സ്, ഫെബ്രുവരി 13 ചേട്ടനും മോനും ശബരിമലയ്ക്ക് പോകാനായിട്ട് മാലയിട്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു മണ്ഡലം വ്രതമാണ്. ഈ 41 ദിവസത്തിനുള്ളിൽ നമ്മളെക്കൊണ്ട് സാധിക്കുന്ന തൊട്ടരികിലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോകാമെന്ന് വിചാരിച്ച് ഞാനും ചേട്ടനും കൂടെ ഇന്ന് കുമാരകോവിലേക്ക് പോവുകയാണ്. കുമാരകോവിൽ നിങ്ങൾക്കറിയാം, നാഗർകോവിലിൽ പോകുന്ന വഴിക്ക് തക്കല കഴിഞ്ഞിട്ടാണ്. വടക്കൻ കേരളത്തിലുള്ള ആൾക്കാർക്കൊക്കെ വളരെ അറിയില്ലായിരിക്കാം, പക്ഷേ ട്രിവാൻഡ്രം സൈഡിലുള്ള എല്ലാവർക്കും നമ്മുടെ കുമാരകോവിലിനെ പറ്റി അറിയാം. പോകുന്ന വഴികളൊക്കെ വലിയ പ്രകൃതി മനോഹരമായ സ്ഥലങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോയിലാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഓൺ ദ വേ ഞാൻ മുരുകൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് വീഡിയോയിലാക്കിയിട്ടുള്ളതുണ്ട് കേട്ടോ. തിരുച്ചെന്തൂരിൽ വള്ളി ഒളിച്ചിരുന്ന ഗുഹ എന്ന് പറഞ്ഞ് വള്ളി ഗുഹ എന്നൊരു ഗുഹ ഉണ്ട്. ഇവിടെയാണ് വള്ളിയുടെ ആർജിൻ, അവള് ജനിച്ചു വളർന്ന സ്ഥലമെന്ന്. പക്ഷെ ഇന്നത്തെ കാലത്ത് നോക്കിയാല് ഈ കുമാരകോവിൽ ടു തിരുച്ചെന്തൂർ ഡിസ്റ്റൻസ് കൂടുതലാണ്. സോ ഇവിടെ ജനിച്ചു വളർന്ന ഒരുത്തി തിരുച്ചെന്തൂർ കടപ്പുറത്ത് പോയിട്ട് അവിടെ ഒളിക്കാനുള്ള വഴിയില്ല. അവിടെ ഒരു ഗുഹയെ കണ്ടപ്പോ തിരുച്ചെന്തൂരിൽ അത് വള്ളി ഒളിച്ചിരുന്ന ഗുഹ എന്ന് പറഞ്ഞ് ഉണ്ടാക്കി വെച്ചെങ്കിലും. പക്ഷെ വള്ളിയുടെ സ്ഥലം ഇതായിരുന്നിരിക്കാൻ ഒരുപാട് സാധ്യതകളുണ്ട്. കാരണം നമുക്ക് 100 വർഷത്തിന് മുമ്പുള്ള ഹിസ്റ്ററിക്ക് ഒരുപാട് കുഴപ്പങ്ങൾ കാണും. ആൾക്കാർ തിരിച്ചും ഒടിച്ചും വളച്ചും സംസാരിക്കുന്നത്. പിന്നല്ലേ മുരുകന്റെ കാലഘട്ടത്തിൽ നോക്കണം. ഏതായാലും ഇത് വലിയൊരു സ്ഥലം. കാരണം കുറിഞ്ചി നിലത്ത് ദൈവമല്ലേ. കുറിഞ്ചി നിലം എന്ന് തമിഴിൽ പറയുന്നത് മലൈ ചാർന്ന ഇടവുമാണ്. ഒരു മൗണ്ടൻ ഏരിയയും ചേർന്ന് ചുറ്റിയ ഹിൽ ഏരിയ, അതാണ് കുറിഞ്ഞി നിലം. മുരുകൻ കുറിഞ്ഞി നിലത്ത് കടവുള്ള ദൈവമാണ്. ബാക്കി വേറെ എന്തൊക്കെ നിലങ്ങളില്ലേ? പാലൈ, ചോലൈ, കുറിഞ്ചി, മുല്ലൈ, മരുതം, നെയ്തൽ, പാലൈ. ഇതില് മുല്ലൈ എന്ന് പറയുന്നത് കാട് സംബന്ധിച്ച സ്ഥലങ്ങൾ. മരുതം എന്ന് പറയുന്നത് വയൽ. നെയ്തൽ എന്ന് പറഞ്ഞത് കടപ്പുറം. കടൽപ്പുറം. പാല എന്നുള്ളത് മരുഭൂമി. ആക്ച്വലി മുംബൈ എല്ലാം തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു സ്ഥലം ഇല്ല. ഈ നിലങ്ങൾ, അത് കുറിഞ്ചിയാകട്ടെ, മുല്ലയാകട്ടെ, മരുതമാകട്ടെ, നെയ്തലാകട്ടെ, തന്റെ ഇയൽബ് തിരിഞ്ഞ് വരണ്ടു പോയി പാലയാവും. അതാണ് തൊൽക്കാപ്യം പറയുന്നത്. ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ കുമാരകോവിൽ എന്ന് പറയുന്ന അതിർത്തി എല്ലാം പണ്ടെന്നല്ല, നമ്മുടെ ഈ ലിംഗ്വിസ്റ്റിക് ബേസിക്കിലുള്ള മൊഴിവാരി മാനിലങ്ങൾ പിരിക്കുന്നതിന് മുമ്പേ ഇതെല്ലാം തെൻ തിരുവാങ്കൂർ സംസ്ഥാനത്തിൽപ്പെട്ട കേരളമല്ലേ. അപ്പോ തമിഴ്നാട്ടിൽ പറയുന്നത് മുരുകൻ തമിഴ് കടവുൾ, തമിഴർക്ക് മറ്റുമേ സ്വന്തമെന്ന്. തമിഴ്നാട്ടില് ഇപ്പൊ ഈ ഇടയ്ക്ക് പറയുന്നത് ഒരു 15 years ആയിട്ട് വരുന്ന ആഘോഷമാണ്, ഒരു ഘോഷമാണ് മുരുകൻ തമിഴർക്ക് കടവുൾ, തമിഴുക്ക് മറ്റുമേ സ്വന്തം എന്ന് പറഞ്ഞ്. ദൈവത്തിന് അങ്ങനെ എനിക്ക് മാത്രം സ്വന്തം ആരും പറയാൻ പറ്റൂല. മാത്രമല്ലാതെ ഈ കുറിഞ്ചി നിലത്തിനെ സംബന്ധിച്ച് തമിഴ്നാട്ടിനെക്കാട്ടിലും കേരളത്തിലാണ് കുറിഞ്ചി നിലം കൂടുതൽ അല്ലേ. അത് ഇന്നത്തെ കേരളത്തിനും സ്വന്തമായ തന്നെ മുരുകൻ എന്ന് പറയാം. കാരണം കേരളം എന്ന് നമ്മൾ ഇന്ന് പിരിച്ചു പറയുന്നു. പണ്ട് ചേര, ചോഴ, പാണ്ഡ്യ നാടുകളായിരിക്കുമ്പോ പണ്ടത്തെ ചേരദേശം തന്നെയല്ലേ ഇന്നത്തെ കേരളം. അപ്പോ അതും തമിഴ്നാട് തന്നെ. മുരുകൻ തമിഴ് കടവുൾ. പക്ഷെ മലയാളികൾക്കും അവകാശപ്പെട്ടവൻ തന്നെ, മനുഷ്യർക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടവൻ. മലേഷ്യയിലുണ്ടല്ലോ മുരുകന്റെ. അതല്ല, ഇവിടെ നിന്ന് പോയവർ കൊണ്ടുപോകണല്ലേ. മലേഷ്യയിലുണ്ട്, ശ്രീലങ്കയില് കണ്ടി കതിർഗ്രാമം ഫേമസ് അല്ലേ. തെന്നാലിയിൽ കമലഹാസൻ വിളിക്കൂലേ, കണ്ടി കതിർഗ്രാമ കന്ദാഹം. അതുപോലെ സോ ദൈവങ്ങൾ മനുഷ്യർക്ക് മാത്രമെന്നല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം തമിഴർക്കെന്നല്ല, മലയാളിസെന്നല്ല, എല്ലാവർക്കും സ്വന്തം. മനുഷ്യർക്കെന്ന് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങൾക്കും, എല്ലാ പ്രാണികൾക്കും, പ്രാണനുള്ള എല്ലാത്തിനും സ്വന്തമാണ്. ഇനി നമുക്കറിഞ്ഞുകൂടാ, പ്രാണൻ ഇല്ലാത്തതിനും സ്വന്തമാണ്. തീർച്ചയായിട്ടും അത് ബ്രഹ്മം. പക്ഷെ മുരുകനെല്ലാം ദൈവം എന്ന് പറഞ്ഞ ഒരു സ്ഥിതിക്ക്, അതായത് നമ്മളുടെ നടുവിൽ മനുഷ്യനായിട്ട് ജീവിച്ചിരുന്ന ഒരു അവതാരമായിട്ട് കരുതപ്പെട്ട് പിന്നെ ഒരു ദൈവാംശത്തിൽ വെറുതെ ആള്. അപ്പോൾ അതിനെ
ഇത് പണ്ട് ഒരു കുലദൈവമായിരുന്നിരിക്കണം. കുലദൈവമായിരുന്നു വന്ന് പിന്നെ ആ സംഖ്യകൾ പെരുകി പെരുകി വരുമ്പോൾ മുരുകൻ കുലദൈവമായിരുന്ന ബലിയെല്ലാം ഏറ്റുവാഴുന്ന ദൈവം എന്നുള്ളതിൽ ഒരു സംശയമില്ല. കാരണം ഉഗ്ര വഴിപാടുള്ള എല്ലാ ദൈവങ്ങളും പണ്ട് ഒരു കാലത്തിൽ കുലദൈവങ്ങളായിരുന്നിരിക്കും, ഏതെങ്കിലും ഒരു കുലത്തിന്റെ. കാരണം ഇന്നും അതിന്റെ മെച്ചങ്ങളാണ്. മുരുകനാണ് മാക്സിമം മുട്ടയടിക്കുന്നത്, മുടിയെടുക്കുന്നത്, കാവടി എടുക്കുന്നത്, അളവ് കുത്തുന്നത്. അതായത് നമ്മളെ വരുത്തിക്കൊണ്ട്, അതായത് നമ്മളെ ദേഹത്തിന് വരുത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന നേർച്ചകളില്ലേ. മുരുകന് പഴനിയിൽ ആണി ചെരുപ്പിട്ട് നടക്കുന്ന നേർച്ചയുണ്ട്. ആണിച്ചെരുപ്പ് ഇപ്പോഴും ഉണ്ട്. മെതിയടിയിൽ ആണിയാ വെച്ചിരിക്കും. അത് വെച്ച് നടന്ന് പടിയേറി പോണത്, അലക് കുത്തിക്കൊണ്ട് പോണത്, വേല് കുത്തുന്നത്, മുടിയെടുക്കുന്നത്, ഇതെല്ലാം നമ്മുടെ പഴംകുടികളായിട്ട് നമ്മൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ, നമ്മളെ മുന്നോറുകൾ മൂതാതേര് വന്നിട്ട് പഴംകുടികളായിട്ട് ജീവിച്ചിരുന്ന കാലത്ത് അവര് തന്റെ ദേഹത്തിനെ വരുത്തി ദൈവത്തിനെ പ്രീതിപ്പെടുത്തണം എന്നുള്ള ഒരു മനോഭാവം ഉണ്ടായിരുന്നു. അതിന്റെ മെച്ചങ്ങളാണിത്. മനസ്സിലാവണോ? പിന്നെ അതിന്റെ ഇന്നൊരു സൈക്കോളജി എന്ന് വെച്ചാൽ അവര് ചുമ്മാ ആരും വേദനപ്പെടുത്തില്ലല്ലേ. ഒരു പർട്ടിക്കുലർ വ്രതം വരുന്നു, അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ ദേഹത്തിലും മനസ്സിനും ഒരു ഊർജം കൂടുന്നത് പോലെ, ഒരു ഹൈ എനർജി സ്റ്റിമുലേറ്റ് ആവുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഇന്ന് ചെയ്യുന്നവരും പറയുന്നുണ്ട്. മനസ്സിലാവില്ല, ആരും നിർബന്ധിച്ചില്ലല്ലോ അലക് കൂത്തുന്നത്, അവന്റെ നേർച്ചയല്ലേ. അതേപോലെ ചില പെൺ ദൈവങ്ങൾക്ക് പൂക്കുഴി ഇറങ്ങും, തീക്കുഴി. പൂക്കുഴി ഇല്ലെങ്കിൽ പൂമെതിത്തൽ, തീമെതിത്തൽ. അങ്ങനെ ഏതെല്ലാം സന്നിധികളിലും ഉണ്ടോ ആ ദേവി പണ്ട് തീ ഇറങ്ങിയിരിക്കും. മനസ്സിലാവണ? ശരി ശരി. ഇല്ലെങ്കിൽ ഉടൻകട്ട ഏറിയിരിക്കും. രണ്ടിൽ ഏതെങ്കിലും ഒന്നിരിക്കും. സതി പോലെ, സതി തന്നെ, സതി പോലെയല്ല. അങ്ങനെയുള്ള ദൈവങ്ങൾക്കാണ്, മനസ്സിലാവണില്ലേ, അത് ഏർപ്പെടുത്തി കൊടുത്തിട്ടുള്ള ഒരു ഗിൽട്ട് ഉണ്ടായിരിക്കും മനസ്സിൽ. ആ കാലഘട്ടത്തിൽ ഞാൻ പറയുന്നത് അവരാണ് അതിന് പൂജകൾ ചെയ്തു വന്നത്. പിന്നെ അവരതിനെ ആവർത്തിക്കാൻ തുടങ്ങി. പിന്നെ അത് സൈക്കോളജിക്കലായിട്ട് തൻ്റെ, അതായത് ഇവിടെ പറയില്ലേ, പഞ്ചഭൂതങ്ങളെ കൂടി തന്നെ ശുദ്ധിപ്പെടുത്തൽ എന്ന് പറയൂലേ, അഗ്നി കൊണ്ടും വെള്ളം കൊണ്ടും വായു കൊണ്ടും മണ്ണ് കൊണ്ടും എല്ലാം ശുദ്ധപ്പെടുത്തില്ലേ. അതിൻ്റെ ഒരു മനസ്സിനെ ശുദ്ധപ്പെടുത്തും. ഇന്ന് ഒരു പർട്ടിക്കുലർ ഒരു വിഷയത്തിന് വേണ്ടി എയിം ചെയ്ത് വ്രതം വരുന്നു, ദേഹവും മനസ്സും അതിലേക്ക് ഒരുങ്ങി. ആരും പെട്ടെന്ന് ചെയ്യാൻ പറ്റാത്ത ഒരു ദൗത്യം ചെയ്തു പോകും. ദൗത്യം എന്ന് പറയാൻ പറ്റും അതിനെ. ഒരു കാര്യം, ഒരു ചെയ്യൽ, തമിഴിൽ പറഞ്ഞ ചെയ്യൽ, പെട്ടെന്ന് ആരെ കൊണ്ടും സാധിക്കാത്ത ഒരു വിഷയം ചെയ്തു പോകുമ്പോൾ മനുഷ്യന്റെ മനസ്സിന് ഒരു ആവേശവും ശക്തിയും കൂടുന്നുണ്ട്. മനസ്സിലാവണം? ഈ പിന്നെ പഠിപ്പറിവും ജ്ഞാനവും ഇതെല്ലാം വളർന്നു വരണവർക്ക് പല രീതികൾ. അതല്ലാതെ ഇരിക്കുന്ന പഴംകുടി മനോഭാവത്തിൽ നമ്മൾ ഇരുന്നപ്പോൾ ഇതെല്ലാം തന്നെ അവരുടെ ജ്ഞാനത്തിലേക്കുള്ള രീതികളായിരുന്നിരിക്കും. ഇവിടുത്തെ ക്ഷേത്രത്തിലെത്തി. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത്രയും ലക്ഷോപലക്ഷ വർഷങ്ങളായിട്ട് നീണ്ടുപോകുന്ന മനുഷ്യ ജീവിതമില്ലേ. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ പരിണാമത്തിന് മുമ്പേ എന്ന് വെച്ചോളാം. ആ അത്രയും വലിയ നീണ്ട ചരിത്രത്തിനെ, നീണ്ട കഥയെ നമുക്കുള്ള ഒരു സകലം നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ബുദ്ധി കൊണ്ട് അളന്നു നോക്കാൻ പറ്റില്ല, മനസ്സിലാക്കാം. മുരുകാശരണം. എൻ്റെ ചെറുപ്പത്തിൽ ഈ പടികളൊക്കെ കയറുന്നത് ആര് ഫസ്റ്റ് ഓടിച്ചെന്ന് കയറും എന്നുള്ള രീതിയിലാണ് ഓടി കയറാറുണ്ട്. ഇപ്പോൾ ഈ ഓരോ പടികൾ കയറുമ്പോഴും എൻ്റെ മുരുകാന്ന് വിളിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകുന്നുള്ളൂ. അത്രയ്ക്ക് ചെങ്കുത്തായ പടികളാണ് കേട്ടോ ഇവിടെ. ചേട്ടനോട് ചോദിക്കുകയാണ്, ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണോ നീ ഇങ്ങനെ ഓരോ കാലും മാറ്റി മാറ്റി വെച്ച് സ്റ്റെപ്സ് കയറുന്നതെന്ന്. ഇല്ലെങ്കിൽ പതിവ് എന്തെന്ന് വെച്ചാൽ ഒരു കാല് ഇങ്ങനെ വെച്ച് അടുത്ത കാല് വെച്ച് കുറച്ച് റെസ്റ്റ് എടുക്കും കേട്ടോ. അത് കഴിഞ്ഞ് തന്നെയാണ് ഈ അങ്ങനെ മുന്നോട്ട് പോകാറുള്ളൂ. ഇന്നെന്തോ അറിയില്ല, രണ്ടുപേരും രാവിലെ ഒന്നും കഴിച്ചില്ല. അപ്പോൾ ആ ഒരു എനർജി ഉണ്ട്. ആഹാരം ബ്രേക്ക്ഫാസ്റ്റ് എങ്ങാനും കഴിച്ചിട്ട് വന്നെങ്കിൽ ഇത് സാധിക്കില്ല.
അങ്ങനെ ദർശനം കഴിഞ്ഞ് ഇറങ്ങി, നല്ല ദർശനമായിരുന്നു. ഇനി നമ്മളിങ്ങോട്ട് മുരുകാശരണം ആപ്ത മാർക്കറ്റിൽ പോകണം, കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങണം. നാഗരാജ കോവിലിൽ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള സമയങ്ങളില്ല. നോക്കണം. നല്ല ദർശനമായിരുന്നു. ഇത് ഇങ്ങോട്ട് വരുന്ന വഴികളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. വയൽ, രണ്ട് സൈഡും വാഴവയലായിരിക്കാം, അല്ലെങ്കിൽ നെൽവയലായിരിക്കാം, അങ്ങനെയൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. നമ്മളങ്ങനെ തിരിച്ചു പോകുന്നു. രാജസ്ഥാനിലെ ഗുജറാത്തിലെവിടെയായിരിക്കും? പച്ചക്കറികൾ വാങ്ങിയിട്ട് ഇറങ്ങണം കേട്ടോ, അവിടെ തടവി കൊണ്ട് നിൽക്കരുത്. ഞങ്ങൾ നാഗർകോവിലിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആപ്ത മാർക്കറ്റിലാണ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിക്കാറുള്ളത് കേട്ടോ. ഇപ്പോൾ ഒരു 1000 റുപ്പീസിനൊക്കെ വെജിറ്റബിൾസ് വാങ്ങിച്ച് നന്നായിട്ടൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വയ്ക്കാന്നുണ്ടെങ്കിൽ ഒരു 3 വീക്സിൽ കൂടുതൽ നമുക്ക് ഉപയോഗിക്കാം. നല്ല ഇതാണ്. ഇവിടുന്ന് തന്നെയാണ് നമ്മുടെ നാട്ടിൻ പുറത്തുള്ള എല്ലാ ചെറിയ ചെറിയ കടകളിലേക്കൊക്കെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ പോകുന്നത്. വലിയ മാർക്കറ്റാണ്. വേറെ എവിടെ പോകണം? ഈ കല്ലുപണിയെല്ലാം ചെയ്യുന്ന കല്ലുപണിയെല്ലാം ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. ശില്പങ്ങളാ, തൂണ് അതെല്ലാം ചെയ്യണം. നമ്മൾ താണ്ടി വന്നോ നമ്മള്? യെസ്. ഇതിന്റെ ഇടയിൽ കൂടെ തന്നെ കയറണം തോന്നുന്നു. പോയി നോക്കിട്ട് വരാം. താണ്ടി ഇതുപോലെ തോന്നുന്നു. കഴിഞ്ഞു ആപ്ത മാർക്കറ്റ്, കഴിഞ്ഞു. താഴെ കൂടി നീലകണ്ട് അങ്ങനെ പോണം. അപ്പം അങ്ങോട്ട് സുശീന്ദ്രം പോണ വഴിയാണെന്ന് തോന്നുന്നു അല്ലേ? എന്താ അവിടെ സുശീന്ദ്രം പോണ വഴി? അത് തിരുനെല്ലി പോണം. റോയൽ ഓക്ക് അതിന്റെ അവിടെ വന്നത് തന്നെ ഇവിടെ തിരിഞ്ഞിരിക്കുന്നു. ഇവിടെ ഇതാണ് ആപ്ത മാർക്കറ്റ്. ചക്ക ഉണ്ടാകുന്ന ചക്ക തിരിച്ചു വരുമ്പോ നോക്കാം. നോക്കി വെച്ചോ. ഇവിടെ ഉണ്ട്, പക്ഷെ ഇതെല്ലാം അഴുകിയതോ. അവിടെ ഉണ്ട് നല്ലത് ചക്ക വാങ്ങണം. നമ്മളെ കട എവിടെ? നമ്മളെപ്പോഴും വാങ്ങിക്കുന്ന കട സഹായമാതയാ? ഇല്ല, ഇതാണ്. ഇതല്ല, അതിന്റെ അടുത്തത്. അതാ അവിടെ സുന്ദർ രാജും അല്ല അതല്ലേ? പിന്നെ JP ആണ്. ഒരു കടയും കൊണ്ട് പോയാ മാറിയിട്ട് വണ്ടി നിർത്തിയിരുന്നു. ഇതുവരെ വരൂല. ഈ അമ്മപ്പുറത്ത് കൊണ്ട് ഈ സൈഡിലാണ് നമ്മൾ ഗ്രോസറി വാങ്ങുന്ന കട. അത് ലോക്കാണെന്ന് തോന്നുന്നു കേട്ടാ. അങ്ങപ്പുറത്താണ്. അതെ, ഞങ്ങൾ അങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിച്ചിട്ട് പിന്നെ വേറെയും കുറേ കടകളിലൊക്കെ കയറേണ്ടതുണ്ടായിരുന്നു. 2 മണിക്കൂറോളം ഷോപ്പിംഗ് അങ്ങനെ ആയി. അപ്പോൾ ഇന്ന് ഇത്ര തന്നെയാണ്. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ഫോർ നൗ.